ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിത് നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, അതുപോലെ മൂന്നാല് സ്റ്റോക്സുള്ള ടെക്നിക്കൽ ലെവൽസ് ആണ് നാളത്തെ ട്രേഡിങ്ങിന് വേണ്ടിയുള്ളത്. നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റിയുടെ ലെവൽസ് നോക്കാം. അപ്പോൾ നിഫ്റ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽസ് നിങ്ങൾ ആദ്യം തന്നെ ചാർട്ടിൽ നിന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. 22,417, 22,403, അതുപോലെ തന്നെ 22,350, 22,341, പിന്നെ 22,211, 22,203. ഇതൊക്കെയാണ് നിഫ്റ്റിയിലെ ഇപ്പോഴത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽസ്. അപ്പോൾ ഈ ലെവൽസ് എങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു 22,350 താഴെയാണ് മാർക്കറ്റ് ട്രേഡ് നടക്കുന്നത്. ഇപ്പോൾ ഈ നിഫ്റ്റി 22,350 ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇത് റീടെസ്റ്റ് ചെയ്ത് ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതായത് 22,403. അതല്ല മാർക്കറ്റ് താഴേക്കാണെങ്കിൽ, അതായത് 22,341 താഴെയാണ് ട്രേഡ് നടക്കണമെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ വരെ വരാനും ചാൻസ് ഉണ്ട്. 22,211. അപ്പോൾ നമ്മൾ ബ്രേക്കൗട്ടിൽ തന്നെ ബൈയോ സെല്ലോ ചെയ്യരുത്. ആദ്യം തന്നെ ബ്രേക്കൗട്ട് ചെയ്തതിന് ശേഷം അടുത്തൊരു ക്യാൻഡിൽ കൂടി നമ്മൾ വാച്ച് ചെയ്യണം. അപ്പോൾ അടുത്തൊരു ക്യാൻഡിൽ നമ്മുടെ ആ ലെവൽസിന് മുകളിലോ താഴെയാണെങ്കിൽ മാത്രം അത് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് നോക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ മാർക്കറ്റ് കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈൻ തന്നെ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ അതിന് കൂടാതെ നമുക്കൊരു പുതിയൊരു ട്രെൻഡ് ലൈൻ കൂടി മാർക്ക് ചെയ്യാം. അതായത് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വന്നിട്ടുണ്ട്. ഈ ഒരു ഹൈ തമ്മിൽ കണക്ട് ചെയ്ത് നമുക്കൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഇതുപോലെ ഓക്കെ. അപ്പോൾ അടുത്ത ദിവസം ബാങ്ക് നിഫ്റ്റി ഈ ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ആ റെസിസ്റ്റൻസ് വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ പോകാനും ചാൻസ് ഉണ്ട്. അതല്ല താഴേക്കാണ് ബ്രേക്ക് ഔട്ട് നടക്കണമെങ്കിൽ നമ്മൾ മുമ്പ് വരച്ച് ചെയ്യുന്ന ട്രെൻഡ് ലൈനായ 46,580 ലെവൽ വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് റീടെസ്റ്റ് ചെയ്യാൻ നോക്കാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ഈ ഒരു ലെവൽ വരാനാണ് ചാൻസ്. ഇത് നമ്മൾ നാളത്തേക്ക് വേണ്ടി 3-4 സ്റ്റോക്സുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റോക്ക് സാമി ഹോട്ടൽസ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ലെവൽസ് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. ഈ ഹൈ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ലോ തമ്മിൽ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം ഈ സാമി ഹോട്ടൽസ് ഈ ഒരു ട്രെൻഡ് ലൈനാണ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ ഈ ഒരു ഹൈ വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതല്ല മാർക്കറ്റ് താഴേക്കാണ് ബ്രേക്ക് ഔട്ട് നടക്കണമെങ്കിൽ വീണ്ടും ഈ ഒരു ലെവലിൽ റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നല്ല രീതിയിൽ ഡൗൺ സൈഡ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം സാമി ഹോട്ടൽസ്. ഇനി അടുത്തത് BEL ആണ്. അപ്പോൾ BEL നമുക്ക് ഈ ഒരു ലെവൽസ് ഈ ഹൈ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഇതുപോലെ അതുപോലെ തന്നെ ഈ ഒരു ലോ തമ്മിൽ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനോട് നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരുപാട് സപ്പോർട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ലെവൽസ് നമുക്ക് കണക്ട് ചെയ്ത് ട്രെൻഡ് ലൈനോട് മാർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്ത ദിവസം ഈ ഒരു ട്രെൻഡ് ലൈനാണ് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അത് റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുന്ന നോക്കാം. അപ്പോൾ തിരിച്ച് കയറുകയാണെങ്കിൽ നല്ല രീതിയിൽ അപ്പ് സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഹൈ ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല താഴേക്കാണ് ബ്രേക്ക് ഔട്ട് എങ്കിൽ, ഈ ഒരു ട്രെൻഡ് ലൈനാണ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരുപാട് സപ്പോർട്ട് എടുത്താറുകൊണ്ടാണ് നമ്മൾ അത് കണക്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ലെവൽ മാർക്ക് നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് ITC ആണ്. അപ്പോൾ ITC നമുക്ക് ഈ ഒരു ഹൈകൾ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ലോ തമ്മിൽ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ITC ഈ ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെങ്കിൽ, ഈ ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ താഴത്തെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് വീണ്ടും താഴേക്ക് വരാണെങ്കിൽ ഡൗൺ സൈഡ് വരാനാണ് ചാൻസ്. ഇപ്പോൾ ITC ഒരു അപ് ട്രെൻഡാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. തിരിച്ച് കയറുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ ഒന്ന് വാച്ച് ചെയ്യാം. അതല്ല അത് ബ്രേക്ക്ഔട്ട് ഫെയിലിയർ ആവുകയാണെങ്കിൽ താഴേക്കാണെങ്കിൽ
വീണ്ടും റീടെസ്റ്റ് ചെയ്യാൻ നോക്കാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നല്ല രീതിയിൽ ഡൗൺ സൈഡ് പോകാനും ചാൻസ് ഉണ്ട്. ഈ ഒരു സപ്പോർട്ടൊക്കെ വരാനും ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് ഹിൻഡ് കോപ്പർ ആണ്. അപ്പോൾ ഹിൻഡ് കോപ്പർ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഒരു ഡൗൺ സൈഡാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ലോകൾ തമ്മിൽ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു സപ്പോർട്ട് ടച്ച് ചെയ്ത് തിരിച്ചു കയറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഈ ഒരു സപ്പോർട്ട് ടച്ച് ചെയ്തിട്ട് തിരിച്ച് കയറാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല ഈ ഒരു ട്രെൻഡ് ലൈൻ താഴേക്ക് ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നല്ല രീതിയിൽ ഡൗൺ സൈഡ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 4 സ്റ്റോക്സുകളാണ് നമ്മൾ നാളത്തേക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി മെയിനായിട്ട് ന്യൂസ് വന്നിട്ടുള്ള സ്റ്റോക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ന്യൂസ് വന്നിരിക്കുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സിന് 385.6 കോടിയുടെ ഓർഡർ ഭാരത് ഇലക്ട്രോണിക്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്ത ന്യൂസ് വന്നിരിക്കുന്നത് കൊടാക് മഹേന്ദ്ര ബാങ്കിനാണ്. അപ്പോൾ കൊടാക് മഹേന്ദ്ര ബാങ്ക് 537 കോടിക്ക് സൊനാറ്റ ഫിനാൻസ് ഏറ്റെടുക്കാൻ പോകുന്ന ന്യൂസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സൊനാറ്റ ഫിനാൻസ് എന്ന് പറയുന്നത് RBIയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇനി അടുത്ത ന്യൂസ് വന്നിട്ടുള്ളത് ലാർസൻ ടർബോയ്ക്കാണ്. അപ്പോൾ ലാർസൻ ടർബോയ്ക്ക് ഒരു മൾട്ടിപ്പിൾ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ വരുന്നത് 1000 മുതൽ 2000 കോടി രൂപ വരെയാണ്. പിന്നെ അടുത്ത ന്യൂസ് ഉള്ളത് BHELനാണ്. അപ്പോൾ BHELന് 4000 കോടി രൂപയുടെ ഒരു ഓർഡർ അദാനി പവറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് 800 മെഗാവാട്ടിന്റെ തെർമൽ പവർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ന്യൂസ് വന്നിരിക്കുന്ന സ്റ്റോക്സുകൾ. അപ്പോൾ ഈ സ്റ്റോക്സുകൾ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.